ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. യു ആർ ലിസണിങ് ടു സാദിഖ് പള്ളിക്കൽ. മക്കളെ, നമ്മുടെ +2 സ്റ്റാറ്റിസ്റ്റിക്സിലെ റിഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് മുന്നുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാൻ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും കൂടി പറയുകയാണ് കേട്ടോ. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് റിഗ്രഷൻ അനാലിസിസ്, എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, റിഗ്രഷൻ ലൈൻസുകൾ എന്താണ്, രണ്ട് ടൈപ്പ് ഓഫ് ലൈനുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ അതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് 10 ഇമ്പോർട്ടൻറ്റ് ഷോപ്സ് ഇൻ എ സിറ്റി. ഓക്കെ, നമുക്ക് താഴെ തന്നുള്ള ഡീറ്റെയിൽസ് എന്താണ്, ഒരു സിറ്റിയിലെ 10 ഷോപ്പുകളുടെ സെയിൽസ് ആൻഡ് പർച്ചേസ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, സെയിൽസ് തൗസൻഡ്സിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 4000, 6000, 5000, 9000, 10000, 7000, 2000. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 7 10 ഇമ്പോർട്ടൻറ്റ് ഷോപ്സ്, പർച്ചേസ് ഓഫ് 10 ഇമ്പോർട്ടൻറ്റ് ഷോപ്സ് ഇൻ എ സിറ്റി. ഓക്കെ, അതിൽ 7 തന്നിട്ടുള്ളത്. ദെൻ പർച്ചേസോ 2000, 5000, 3000, 7000, 7000, 3000, 1000. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഫ്രം ദ റിഗ്രഷൻ ഇക്വേഷൻ ആൻഡ് ഓൾസോ ഇവാലുവേറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽ ഫോർ എ പർച്ചേസ് ഓഫ് ₹9000. ഓക്കെ, അതായത് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, റിഗ്രഷൻ ഇക്വേഷൻസ് ഫോം ചെയ്യാനും അതേപോലെ എന്താണ് 9000 എന്തുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് സെയിൽ ഫോർ പർച്ചേസ് ഓഫ് 9000, 9000 പർച്ചേസ് ഉണ്ടാവുന്ന സമയത്ത് സെയിൽ എത്ര. ഇവിടെ ഇപ്പോൾ 9000 പർച്ചേസ് എന്ന് പറഞ്ഞാൽ എവിടെ വരിക, ഈ ലൈന് 9 ആവുമ്പം ഈ ലൈനിൽ ഉണ്ടാകുന്ന സംഖ്യ എത്ര എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പം ഇത് 9 വരുമ്പോൾ ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ആ പ്രോബ്ലം ഒന്ന് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, 1 എക്സും 1 വൈയും ആയിട്ട് എടുക്കണം. ഓക്കെ, 1 എക്സും 1 വൈയും ആയിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ അത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടിയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്കൂ, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എക്സ് ആയിട്ട് നമ്മൾ എന്തിനെടുത്തു, സെയിൽസിനെ എടുത്തു. വൈ ആയിട്ട് നമ്മൾ എന്തിനെ എടുത്തു, പർച്ചേസിനെയും എടുത്തു. ഓക്കെ, എക്സിന് സെയിൽസ് ആയിട്ടും വൈ നമ്മൾ എന്തെടുത്തു, പർച്ചേസ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എക്സിൻ്റെ വാല്യൂസ് അല്ലേ. അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ 4 6 5 9 10 7 2 ഇതെന്താണ്, നമ്മുടെ എക്സ് വാല്യൂസ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം 4 6 5 9 10 7 2 അതേപോലെ എടുത്തു. ദെൻ വൈയുടെ വാല്യൂസ് എന്താണ്, നമ്മളിവിടെ പർച്ചേസ് ആണ് വൈ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിന്നു പർച്ചേസിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തു, എത്രയാണ് 2 5 3 7 7 3 1. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടില്ല നോക്കുക, എന്താണ് സെയിൽ ഫോർ എ പർച്ചേസ് ഓഫ് ₹9000. അപ്പോൾ ഇവിടെ എന്താണ് എമൗണ്ട് ഓഫ് സെയിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടെ സെയിൽ എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്, എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്, പർച്ചേസ് ആയിട്ടുള്ള വൈ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വൈ അവൈലബിൾ ആണ്, എക്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, വൈ ഓൺ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വൈ തന്നിട്ട് എക്സ് കണ്ടുപിടിക്കാനാകുമ്പോൾ എന്താണ്, നമ്മൾ വൈ തന്നിട്ട് എക്സ് കണ്ടുപിടിക്കാനാകുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്, എക്സ് ഓൺ വൈ, സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയി. എന്താണ്, വൈ നമുക്ക് അവൈലബിൾ ആണ്, എന്ത് കണ്ടുപിടിക്കണം, എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതാണ്, എക്സ് ഓൺ വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ്, സോ വി ഹാവ് ഗിവൺ ദാറ്റ് പർച്ചേസ് 9000, ദാറ്റ് ഈസ് 9 അല്ലേ. 9000 നമ്മളിവിടെ 9 ആക്കിയിട്ട് എടുക്കുന്നു, കാരണം തൗസൻഡ്സിലാണ് തന്നിട്ടുള്ളത്, 9 ആക്കിയിട്ടുന്നു. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എക്സ്. സോ വൈന്ന് എക്സ് കണ്ടുപിടിക്കണം. ദെയർ ഫോർ എക്സ് ഓൺ വൈ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ എന്താണ് വരിക നോക്കിയേ, എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ. എക്സ് ഓൺ വൈ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, എക്സിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പം എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ അല്ലേ. എക്സ് ഓൺ വൈ ആകുമ്പോൾ ഇവിടെ എന്ത് വരണം, ബി എക്സ് വൈ വരണം. ബി എക്സ് വൈ, വൈ മൈനസ് വൈ ബാർ, ഇതാണെന്ത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇതാണ്, ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നതിന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ബി എക്സ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ബി എക്സ് വൈ അല്ലേ, എന്താണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അല്ലേ. ഇത് വൈ ആകുമ്പോൾ ബി എക്സ് വൈ കണ്ടുപിടിക്കാനാകുമ്പോൾ എന്ത് ചെയ്യണം, അടിയിൽ എന്ത് വരണം, വൈൻ്റെ ഡീറ്റെയിൽസ് വരണം അല്ലേ. അപ്പോൾ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ അല്ലേ. ഇതാണെന്ത് നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഇക്വേഷൻ കിട്ടിയല്ലോ, ഇനി നമ്മൾ ഓരോന്നിനും ഡീറ്റെയിൽസ്
അപ്പോൾ എക്സിൻ്റെ സിഗ്മയാണ് ഏത് ഈ കാണുന്നത്. അപ്പോൾ എക്സിൻ്റെ കോളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എക്സ് കിട്ടി എത്രയാണ്? 43. അതേപോലെ വൈയുടെ കോളം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? 28 കിട്ടും. ഓക്കെ, അത് നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സിഗ്മ വൈ കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നു? 28 കിട്ടുന്നു. ദെൻ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള എന്താണ്? എക്സ് വൈയും കൂടെയാണ്. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു വൈ അല്ലേ. അപ്പോൾ എക്സ് വൈ ആണ് ഈ കാണുന്നത്. 4 × 2 8, 6 × 5 30 അല്ലെ, 5 × 3 15, 9 × 7 63, 10 × 7 70, 7 × 3 21, 2 × 1 2 അല്ലേ. അപ്പം ഇതിൻ്റെ മൊത്തം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 209 കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്കിവിടെ എക്സ് ഓൺ വൈ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള എന്താണ്? വൈ സ്ക്വയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വൈ ഓൺ എക്സ് ആണ് നമ്മൾ കണ്ടു, എക്സിൻ്റെ സ്ക്വയറും കൂടെ നമ്മളിവിടെ കാണേണ്ടി വരും. നമ്മൾ ക്വസ്റ്റ്യൻസിനനുസരിച്ച് ചെയ്താൽ മതി. ഇവിടെ എക്സ് സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സ് സ്ക്വയറും കൂടി കണ്ടുവച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് വൈൻ്റെ സ്ക്വയർ കാണുന്നു. 2ൻ്റെ സ്ക്വയർ 4, 5ൻ്റെ സ്ക്വയർ 25, 3ൻ്റെ സ്ക്വയർ 9, 7ൻ്റെ സ്ക്വയർ 49, 7ൻ്റെ സ്ക്വയർ 49, 3ൻ്റെ സ്ക്വയർ 9, 1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, അപ്പോൾ നമ്മുടെ സിഗ്മ വൈ സ്ക്വയർ കണ്ടാൽ നമുക്ക് എത്ര കിട്ടും? 146 കിട്ടും. ഓക്കെ, ഈ ഡീറ്റെയിൽസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ എന്ത് കണ്ടുപിടിക്കാം? ബി എക്സ് വൈ കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എൻ ഇവിടെ 7 ആണ്. എങ്ങനെ 7 കിട്ടി? ഇവിടെ നോക്കൂ, 1 2 3 4 5 6 7 10 ഷോപ്പുകളിൽ 7 ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. 10 ഷോപ്പുകളിലെ സെയിൽസ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 7 എണ്ണത്തിൻ്റെത് അല്ലേ. അപ്പോൾ ഇവിടെ എൻ എന്താണ്? 7 ആണ്. സിഗ്മ എക്സ് വൈ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ കാണാൻ എത്രയാണ്? 209 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 7 × 209 ഇൻറ്റു എന്താണ് അടുത്തെന്നാണ്? സിഗ്മ എക്സ് സിഗ്മ വൈ. സിഗ്മ എക്സ് ഇവിടെ 43 ആണ്. സിഗ്മ വൈ എത്രയാണ്? 28 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? സിഗ്മ എക്സ് 43 കൊടുക്കുന്നു, സിഗ്മ വൈ എത്ര കൊടുക്കുന്നു? നമ്മൾ 28 കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 43 × 28. ദെൻ അടിയിലോ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എൻ നമുക്ക് എത്രയാണ്? 7. സിഗ്മ വൈ സ്ക്വയർ ആണ്. അപ്പോൾ വൈൻ്റെ സ്ക്വയറിൻ്റെ സിഗ്മ എത്രയാണ്? വൈൻ്റെ സ്ക്വയർ ഇതാണ്, അതിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 146 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 7 × 146. ഇത് അവിടെ മാറരുത്, ഇത് രണ്ടും പരസ്പരം മാറരുത്. 146 മൈനസ് 28 സ്ക്വയർ വന്നതാണ് സിഗ്മ വൈ സ്ക്വയർ ആണ്. എന്താണ്? സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. അതായത് സിഗ്മ വൈ എന്താണ്? ഈ കാണുന്ന കോളമാണല്ലേ. ഈ കോളത്തിൻ്റെ ടോട്ടലാണ് വൈ. അപ്പോൾ സിഗ്മ വൈൻ്റെ മുകളിൽ സ്ക്വയർ ഇട്ട് കൊടുത്താൽ എത്രയാണ്? അപ്പം 28ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ കാണേണ്ടത്. ഓക്കെ, 28ൻ്റെ സ്ക്വയർ കാണാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ആൻസർ 1.08 എന്ന് കിട്ടും. ഓക്കെ, 7 × 209 ചെയ്ത് നോക്കുക നിങ്ങൾ. അതേപോലെ ഇൻറ്റു 43 × 28 ചെയ്യാം. അത് ഡിവൈഡഡ് ബൈ 7 × 146 ചെയ്യണം. അത് മൈനസ് 28ൻ്റെ സ്ക്വയർ എന്തോ അത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ലാസ്റ്റ് ഫൈനൽ ആൻസർ വിൽ ബി 1.08 ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ദ ബി എക്സ് വൈ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷനിലേക്ക് കിട്ടേണ്ടത് എന്താണ്? എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും വാല്യൂസ് ആണ്. അപ്പോൾ എക്സ് ബാറിൻ്റെ വാല്യൂ കാണണം എങ്ങനെ? നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സിഗ്മ എക്സ് ബൈ എൻ ആയിരുന്നു അല്ലേ. അപ്പോൾ സിഗ്മ എക്സ് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു? ഇവിടെ നോക്കിയാൽ കാണാം 43, വൈ 28 ആണ് അല്ലേ. ഇവിടെ നോക്കുക 43 ബൈ എൻ 7 ആണ്. 43 ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6.14 എന്ന് കിട്ടും. ദെൻ വൈ ബാറോ സിഗ്മ വൈ ബൈ എൻ ആണ്. വൈ എത്രയാണ്? സിഗ്മ വൈ എത്രയാണ്? 28 ആണ്. 28 ബൈ 7 എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് വൈ ബാർ എത്ര കിട്ടി? 4 കിട്ടി. സോ ഇനി നമുക്ക് എന്ത് കാണണം? എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിളാണ്. ഇവിടെ നോക്കൂ, എക്സ് മൈനസ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ. എക്സ് ബാർ ഇവിടെ എത്രയാണ്? 6.14 ആണ്. നമ്മൾ എന്ത് കൊടുക്കുന്നു? 6.14 ഇസ് ഈക്വൽ ടു ബി എക്സ് വൈയുടെ വാല്യൂ 1.08 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 1.08 കൊടുക്കുന്നു. 1.08 ഇൻറ്റു എന്താണ്? വൈ മൈനസ് വൈ ബാർ ആണ് അല്ലേ. എന്താണ്? വൈ മൈനസ് വൈ ബാർ. വൈ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? വൈ 9000 അഥവാ 9 ആവുന്ന സമയത്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ വൈ ഇവിടെ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 9. വൈ എത്ര ആകുമ്പം എക്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വൈ 9 ആണ്. അപ്പോൾ 9 മൈനസ് 4 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്താണോ? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 6.14 ഇപ്പുറം വരുമ്പോൾ എന്ത് വരും? പ്ലസ് 6.14 പ്ലസ് 1.08 ഇൻറ്റു 5 എങ്ങനെയാണ്? 9 മൈനസ് 4 5 കിട്ടും. അപ്പോൾ 9 മൈനസ് 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 1.08 എത്രയാണ്? 0.5 ആണ് അല്ലേ. 1.08 ഇൻറ്റു 5
അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എത്ര കിട്ടും? ഇത് 5 പോയിൻറ്റ് സംതിങ് കിട്ടും. ഓക്കെ, 5.08 സംതിങ് കിട്ടും. അപ്പം അത് പ്ലസ് 6.14 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 11.54 കിട്ടും. എന്ത് നമ്മുടെ എക്സ് എത്ര കിട്ടും? 11.54 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് 11.54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9y ഉണ്ടാകുമ്പോൾ എക്സ് 11.54. അപ്പോൾ എന്താണ്? ഫോർ എ പർച്ചേസ് ഓഫ് 9,000 ദ സെയിൽ വിൽ ബി 11,540. അപ്പോൾ എന്താണ്? 11.54 ഇൻറ്റു 1000 ചെയ്താൽ മതി അല്ലേ? 9 ആകുമ്പോൾ 11.54 ആണെങ്കിൽ 9,000 ആകുമ്പോൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 11.54 ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പം 9,000 പർച്ചേസിന് നമ്മുടെ സെയിൽ എത്രയായിരിക്കും? 11,540 രൂപയായിരിക്കും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വാല്യൂ കണ്ടുപിടിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ അതായത് വൈൻ്റെ വാല്യൂ വെച്ചിട്ട് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? ഈ ഇക്വേഷനാണ്. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു BXY മൈനസ് വൈ ബാർ. പിന്നെ ഈ ഓരോ സാധനങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെയുള്ള അല്ല, എന്നാലോ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോ. ഫോളോയിങ് ഡാറ്റ വെർ ഒബ്റ്റെയിൻഡ് ഓൺ സ്റ്റഡി ഓഫ് പ്രൈസ്. ഓക്കെ, പ്രൈസ് ഇവിടെ എന്തായിട്ട് എടുത്തിട്ടുള്ള നമ്മൾ എക്സ് ആൻഡ് സപ്ലൈ വൈ. സപ്ലൈ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? വൈ ആയിട്ട്. ഓഫ് 10 ഐറ്റംസ് അതിൽ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെ? സിഗ്മ എക്സ് എത്രയാണ്? സിഗ്മ എക്സ് 544 ഇവിടെ 54 കാണുന്നുണ്ടായിരിക്കുള്ളൂ. ക്രോപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. എത്രയാണ്? 544. സിഗ്മ വൈ എത്രയാണ്? 244. BYX ഈസ് ഈക്വൽ ടു 0.37. ദെൻ വാട്ട് വിൽ ബി ദ സപ്ലൈ വെൻ പ്രൈസ് ഈസ് 35 അല്ലേ? ഓക്കെ, എന്താണ്? വാട്ട് വിൽ ബി ദ സപ്ലൈ വെൻ പ്രൈസ് ഈസ് 35. നമുക്കിവിടെ ഏത് ഇക്വേഷനാണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് എന്ത് നമ്മുടെ ആദ്യത്തെ പണി അല്ലേ? അപ്പോൾ നമുക്ക് തന്നില്ല എന്താണ്? സപ്ലൈ വെൻ പ്രൈസ് 35. അപ്പോൾ പ്രൈസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 35 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ് നോക്കേണ്ടത്? പ്രൈസ് എന്താണ് നോക്കണം. പ്രൈസ് ഇവിടെ എന്താണ്? എക്സ് ആണ് അല്ലേ? പ്രൈസ് ഇവിടെ എന്താണ്? എക്സ് ആണ്. അപ്പോൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ നമ്മളെ കയ്യിലുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. വൈ കണ്ടുപിടിക്കണമെങ്കിലോ എക്സിൻ്റെ മുകളിൽ വൈ ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? വൈ ഓൺ എക്സ് അല്ലേ? എക്സിൻ്റെ മുകളിൽ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഓൺ എക്സ് അല്ലേ? എക്സിൻ്റെ മുകളിൽ വൈ എന്ന് പറഞ്ഞാൽ വൈ ഓൺ എക്സ് ആണ്. നമ്മളുടെ ഇക്വേഷൻ എന്താണ്? വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിവിടെ എഴുതാം. സിഗ്മ എക്സ് എന്താണ്? 544 തന്നിട്ടുണ്ട്. അതേപോലെ സിഗ്മ വൈ എത്രയും തന്നിട്ടുണ്ട്? 244 തന്നിട്ടുണ്ട്. അതുപോലെ BYX ഇവിടെ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വൈ ഓൺ എക്സ് ആണ്. BXY ഇവിടെ തരാത്തതുകൊണ്ട് ഇവിടെ BYX തന്നെയാണ് നമുക്ക് ആവശ്യം വരിക. വൈ ഓൺ എക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. BYX എത്രയാണ്? 0.37 ആണ് അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. എക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് ബാർ എത്ര കണ്ടുപിടിക്കുക? എത്രയാണ്? 544 ആണ് നമ്മളെ സിഗ്മ എക്സ്. അപ്പം സിഗ്മ എക്സ് ബൈ എൻ ആണല്ലോ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? എൻ ഇവിടെ 10 ആണെന്നുള്ള നമുക്ക് കൊടുത്ത് മനസ്സിലാവും അല്ലേ? അപ്പോൾ 544 ബൈ 10 എത്രയാണ്? 54.4 കിട്ടും. ദെൻ വൈ ബാറോ 244 ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 24.4 കിട്ടും. ഇവിടെ നമ്മുടെ എക്സും കൂടെ ഈ ക്വസ്റ്റിൽ നമ്മുടെ എക്സ് എത്രയാണ്? 35 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് നോക്കിക്കോ. ഞാനിവിടെ പറയാം. എന്താണ്? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു BYX ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണല്ലോ നമ്മുടെ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷന് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈ മൈനസ് വൈ ബാർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 24.4 ഈസ് ഈക്വൽ ടു BYX നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.37 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാം ഇവിടെ എത്രയാണ്? 35. പ്രൈസാണ് നമ്മുടെ എക്സ്. സോ 35 മൈനസ് എക്സ് ബാർ എത്രയാണ്? 54.4 ആണ് അല്ലേ? അപ്പോൾ 35 മൈനസ് 54.4. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിന് ചെറുതാക്കുമ്പം വൈ മൈനസ് 24.4 ഇസ് ഈക്വൽ ടു 0.37 ഇൻറ്റു 35 മൈനസ് 54.4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 19.4 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ചെറുതാക്കുമ്പം വൈ മൈനസ് 24.4 ഇസ് ഈക്വൽ ടു മൈനസ് 19.03 എന്ന് കിട്ടും അല്ലേ? 0.37 ഇൻറ്റു 19.4 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? മൈനസ് 19.03 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു മൈനസ് എന്താണ്? 19.03 പ്ലസ് ഇവിടെ എന്താണ്?
-24.4 അപ്പുറം പോകുമ്പോൾ എന്താവും 24 + 24.4 ആവും. അപ്പം എന്താണ് -19.03 എന്ത് ചെയ്യുന്നു കൂട്ടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? എന്താ കിട്ടുന്നത് ലാസ്റ്റ്? 17.22 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും നമുക്ക്? 17.228 എന്ന് കിട്ടും അല്ലേ? ക്ലിയർ ആയോ? ഇവിടെയൊക്കെ വന്ന രീതി മനസ്സിലായില്ലേ? ഇതിനെന്ത് ചെയ്താൽ മതി? നമ്മളൊന്ന് കൂട്ടി വയ്ക്കാൽ മതി. -19.03 നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ +24.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? ഇവിടെ 17.222 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രൈസ് 35 ആകുമ്പോൾ നമ്മുടെ സപ്ലൈ എന്താവുമെന്ന് മനസ്സിലായി? 17.222 എന്നുള്ള കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Y/X വെച്ചിട്ട് ഒരു എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? Y/X ആയിരുന്നോ? അല്ല അല്ലേ, ഇവിടെ എന്തായിരുന്നു? X/Y ആയിരുന്നു. ആ ചെറിയൊരു മാറ്റം ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് ഡയറക്റ്റായിട്ട് തന്നതുകൊണ്ട് നമുക്ക് എന്ത് ആവശ്യം വന്നിട്ടില്ല, അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ലേ? സോ അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പ്രോബ്ലംസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലംസുകൾ വരുന്നത്. ഈ 2 പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മോർ വീഡിയോസിന് വേണ്ടി എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. വൈകാതെ നമ്മുടെ അടുത്ത പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുവരേക്കും ബൈ, താങ്ക് യു.